100 ഡേയ്സ് 100 ക്രൈം സ്റ്റോറീസ് ഡേ നമ്പർ 1. തന്റെ 17 വയസ്സുകാരിയായ മകൾ സോണിയയോടും തന്റെ ഭർത്താവ് അഹമ്മദിനോടും ചേർന്നിട്ട് ജീവിച്ചിരുന്ന ഒരു പാവ സ്ത്രീയായിരുന്നു സൈനബ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവരുടെ വീട്ടിൽ നിന്നും അസാധാരണമായിട്ടുള്ള ഒരു സ്മെല്ല് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ അവരോട് ഇതിനെ പറ്റിയിട്ട് തിരക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ നാട്ടുകാരിൽ കുറച്ച് പേർ ഇവരുടെ വീട്ടിലേക്ക് എത്തി. ഇവരുടെ വീട്ടിലെത്തിയ സമയത്ത് സൈനബയ്ക്ക് പകരം അവരുടെ സഹോദരി പുത്രനായിട്ടുള്ള സക്കീറാണ് വാതിൽ തുറന്നത്. അവരുടെ ഒരു കാര്യങ്ങൾ ചോദിച്ചപ്പോഴുള്ള അവന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തോന്നി നാട്ടുകാർ ഉള്ളിലേക്ക് കയറി നോക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവർ അടുക്കളയിൽ എത്തിയപ്പോഴേക്കും സൈനബ അവിടെ തിരക്കിട്ട് എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ പെരുമാറ്റത്തിലുള്ള പന്തികേട് ശ്രദ്ധിച്ചിട്ട് ഈ ഒരു നാട്ടുകാർ അവർ പാചകം ചെയ്തുകൊണ്ടിരുന്ന പാത്രം തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു മനുഷ്യന്റെ ശരീരാവശിഷ്ടങ്ങളാണ് അവർ കണ്ടത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ പോലീസിനെ വിളിക്കുകയും പോലീസുകാർ വന്നിട്ട് ഈ ഒരു ഫാമിലി മുഴുവനായിട്ടും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീടാണ് അവർ അറിഞ്ഞത് ആ ഒരു പാത്രത്തിന്റെ അകത്തുണ്ടായിരുന്നത് അവരുടെ ഭർത്താവായിട്ടുള്ള അഹമ്മദ് ആയിരുന്നു. ഇതിന്റെ പിന്നിലുള്ള ഒരു ബാക്ക് സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹമ്മദ് ഈ ഒരു സൈനബയുടെ രണ്ടാം ഭർത്താവാണ്. തന്റെ 17-കാരിയായ മകളെ പലവട്ടം ഈ ഒരു അബ്ബാസ് സെക്ഷലി അബ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് സൈനബ തന്റെ സഹോദരി പുത്രനായിട്ടുള്ള സക്കീറുമായിട്ട് ചേർന്നിട്ട് ഇയാളെ കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നത്. അയാളുടെ പ്രഭാത ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് അയാളെ ആദ്യം ബോധരഹിതനാക്കി. അതിനുശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിട്ട് അയാളുടെ ശരീരം പല കഷണങ്ങളാക്കി മുറിച്ചിട്ട് ആ ഒരു വീടിന്റെ ഒരു ഭാഗത്തായിട്ട് അവർ സൂക്ഷിച്ചു. അങ്ങനെ ഏതാനും മണിക്കൂറുകൾ കടന്നു പോവുകയും ആ ഒരു ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ട് മറ്റ് യാതൊരു വഴികളും കാണാതിരുന്നത് കൊണ്ടാണ് അവർ ഇയാളുടെ ബോഡി വെട്ടി കഷണങ്ങളാക്കിയിട്ട് ചിക്കൻ കുറുമയോടൊപ്പം ഇട്ട് വേവിക്കാനായിട്ട് തീരുമാനിച്ചത്. എന്തായാലും ആ ഒരു ശ്രമം പാളിപ്പോവുകയും അവരുടെ ആ ഒരു ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് ജയിലിലാവുകയും ചെയ്തു.